സാധാരണ നമുക്കൊരു മെറ്റൽ സ്റ്റെയർ കേസിന്റെ റിക്വയർമെന്റ് വരുന്ന സമയത്ത് കസ്റ്റമേഴ്സ് എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ് ജസ്റ്റ് ഒരു ഏരിയ ഒരു മോഡൽ ഫോട്ടോ അയച്ചു തന്നതിന് ശേഷം ഇതിന്റെ പ്രൈസ് ഒന്ന് തരാൻ പറ്റുമോ ചോദിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിൽ ഒരിക്കലും അതിന്റെ പ്രൈസ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത്. കാരണം നമ്മൾ ആ സൈറ്റ് കണ്ടീഷൻ നോക്കി അതിനനുസരിച്ച് വരുന്ന മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ തീരുമാനിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് റേറ്റ് കൊടുക്കാൻ പറ്റുക. അതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നമ്മൾ ഇതൊരു സിംഗിൾ സ്ട്രിംഗ് മെറ്റൽ സ്റ്റെയർ കേസിന്റെ ഏരിയ ആണ് ഇവിടെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സെൻട്രൽ ട്യൂബ്, ഈ ഒരു സെൻട്രൽ ട്യൂബ് നമുക്ക് ഓരോ സൈറ്റിക്കും ഡിഫറെന്റ് ആയിട്ട് യൂസ് ചെയ്യണം. ഇവിടെ നമ്മൾ 6x6 യൂസ് ചെയ്തിട്ടുള്ളത്. 6x6 സ്ക്വയർ ട്യൂബുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമുക്കത് 5 ചില സൈറ്റിക്ക് 5x5 സ്ക്വയർ ട്യൂബുകൾ ഓക്കെയാണ്, ചില സൈറ്റിക്ക് 6x3 സൈസ് ഓക്കെയാണ്. പക്ഷെ ഇവിടുത്തെ സ്പാൻ അനുസരിച്ച് ഈ ഒരു 6x6 ട്യൂബ് തിക്നെസ് കൂട്ടിയിട്ട് ഈ 6x6 ട്യൂബ് തന്നെ നമുക്ക് പല തിക്നെസ്സിലും കിട്ടും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് 5mm തിക്നെസ്സിലുള്ള ട്യൂബാണ്. അത് മാത്രമല്ല നമ്മൾ ഈ സ്റ്റെപ്പിൽ വെക്കുന്ന ഈ ഒരു പ്ലേറ്റ്, ഇതിന്റെ തിക്നെസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് 10mm തിക്നെസ് ആണ്. മാത്രമല്ല ഇതിന്റെ ഫിനിഷിംഗ് നിങ്ങൾക്ക് മനസ്സിലാവും. ലേസർ കട്ടിങ് ഫിനിഷിംഗ് ആണ്. ലേസർ കട്ടിങ്ങിലാണ് നമ്മൾ ഈ പ്ലേറ്റ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തില് ചില സൈറ്റിൽ നമുക്ക് ഇത് 8mm ഓക്കെ ആയിരിക്കും, ഡബിൾ സ്ട്രിങ് ആണെങ്കിൽ 6mm ഓക്കെ ആയിരിക്കും. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ സ്പെസിഫിക്കേഷൻ നമ്മളുടെ ഉപയോഗിക്കുന്ന ട്യൂബ് ഏതാണെന്നും അതുപോലെ ഇതിൽ ഉപയോഗിക്കുന്ന പ്ലേറ്റ് ഏതാണെന്നും അതിന്റെ തിക്നെസ്സും ഇതിന്റെ സൈസും അനുസരിച്ചാണ് നമുക്ക് എപ്പോഴും മെറ്റൽ സ്റ്റെയർ കേസിന്റെ പ്രൈസ് പറയാൻ പറ്റുന്നത്. അപ്പൊ ഇനിയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് മെറ്റൽ സ്റ്റെയർ കേസിന്റെ റേറ്റ് എടുക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും അതിന് യോജിച്ച രീതിയിലുള്ള സ്പാനിനനുസരിച്ചുള്ള രീതിയിലുള്ള സ്പെസിഫിക്കേഷൻ ആണോ, പൈപ്പാണോ, മെറ്റീരിയൽ ആണോ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം.